നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇഞ്ചിക്കറിയാണ്. നല്ല അടിപൊളി ടേസ്റ്റിൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റാവുന്ന ചോറിന്റെ കൂടിയും വേറെ എന്തിന്റെ കൂടിയും സൈഡ് ഡിഷ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയാണ് ഇഞ്ചിക്കറി. നമുക്ക് ഉണ്ടാക്കി നോക്കാം. അപ്പൊ നമ്മൾ ഇഞ്ചിക്കറി ഉണ്ടാക്കാനായിട്ട് ഇഞ്ചി ഞാൻ ഏകദേശം ഒരു 1/2 കിലോ, ഒരു 600 ഗ്രാമോളം ഇഞ്ചി ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാനൊരു കുറച്ച് പുളി, ഇതിപ്പോൾ അത്യാവശ്യം ഒരു ഉണ്ട പുളി എടുത്തിട്ടുണ്ട്. ഇത് ഈ വലുപ്പത്തിലുള്ള ഏകദേശം ഒരു 1/2 ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഒരു ഉണ്ടായിട്ട് നമുക്ക് പുളി എടുക്കാം. ആ പുളിയിലേക്ക് ഞാനൊരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചു വെക്കുന്നുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ നമ്മൾ എടുത്തു വെച്ച പുളി ആ വെള്ളത്തിൽ ശരിക്കും നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലതുപോലെ കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തിട്ട് എടുക്കുക. നല്ലപോലെ ഉടച്ച് മിക്സ് ചെയ്ത് ശരിക്കും ആ പുളിയുടെ ചാറൊക്കെ പിഴിഞ്ഞ് എടുക്കുക. അപ്പൊ നമുക്ക് ഇഞ്ചിക്കറി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു തവ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. തവ ചൂടായിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഒരു 3 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്, നിങ്ങൾക്ക് വേറെ ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനൊരു 3 സ്പൂണ് വെളിച്ചെണ്ണ അതിനകത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എണ്ണ ചൂടായിട്ടുണ്ട്. എണ്ണ ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെളിച്ചെണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് ഏത് റിഫൈൻഡ് ഓയിലായിട്ട് യൂസ് ചെയ്യാം. ഇപ്പൊ ഞാൻ വെളിച്ചെണ്ണയാണ് വെച്ചിട്ട് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഞാൻ നേരത്തെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നു. ഇഞ്ചി ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് ഇനി ഒരു 15 ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം നമുക്കൊരു 3-4 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ ഇങ്ങനെ വഴറ്റി കൊടുക്കാം. ഇത് നമുക്ക് നല്ലൊരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡായിട്ട് കിട്ടണം. ലൈറ്റ് അല്ല, നല്ല ബ്രൗൺ ഷെയ്ഡായിട്ട് തന്നെ കിട്ടണം. ഇഞ്ചിയും ഉള്ളിയും ഇതെല്ലാം കൂടി നല്ലതുപോലെ ഇങ്ങനെ വഴറ്റിയെടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു നല്ല ബ്രൗൺ ഷെയ്ഡായിട്ട് കിട്ടണം. ഈ നേരം നമുക്കൊരു സ്പൂണ് ഉപ്പ് കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഉപ്പ് ചേർക്കണം പിന്നീടാണ്, പക്ഷെ ഇപ്പൊ നമുക്കൊരു സ്പൂൺ ഉപ്പ് ചേർത്തിട്ട് വഴറ്റിയെടുക്കാം. അപ്പൊ നമ്മുടെ ഇഞ്ചിയും അതുപോലെ തന്നെ നമ്മൾ ഇട്ടിട്ടുള്ള പച്ചമുളകും കായകളൊക്കെ നല്ലതുപോലെ വഴറ്റിയെടുക്കുക. ആ ബ്രൗൺ ഷെയ്ഡായി വരുന്നുണ്ട്. കുറച്ചും കൂടി ബ്രൗൺ ഷെയ്ഡായിട്ട് കിട്ടണം. അപ്പൊ നിങ്ങൾക്ക് നമ്മൾ ആദ്യം ഒഴിച്ച വെളിച്ചെണ്ണ കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കണം. ഞാൻ കുറച്ചും കൂടി ഒഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ലപോലെ ബ്രൗൺ ഷെയ്ഡ് ആവുന്നത് വരെ ഇതുപോലെ വഴറ്റി കൊടുക്കുക. ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക കുറച്ചുകൂടി. അപ്പൊ നമ്മുടെ ഇഞ്ചിയും അതുപോലെ തന്നെ പച്ചമുളകും ഉള്ളിയും എല്ലാം നല്ലപോലെ വഴന്നു വന്നിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം ബ്രൗൺ ഷെയ്ഡിലേക്ക് ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാനുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ സമയം നമുക്ക് തീ ഒന്ന് ചെറുതായിട്ട് കുറച്ച് വെക്കാം. അപ്പൊ നമുക്ക് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ തീ ചെറുതാക്കിയാണ് വെച്ചിട്ടുള്ളത്. ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഈ പൊടികളെല്ലാം ചേർത്ത് കഴിഞ്ഞാൽ നമുക്കൊരു 30 സെക്കൻഡ് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ ഇതിന്റെ പച്ചമണക്കൊന്ന് മാറുന്ന വരെ, ഇതൊന്ന് മൂത്ത് കിട്ടുന്ന വരെ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക, വഴറ്റി കൊടുക്കുക. 30 സെക്കൻഡ് മുതൽ 1 മിനിറ്റിനുള്ളിൽ വരെ ചെയ്താൽ മതി. പുളിവെള്ളം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റൗവിന്റെ തീ ഒന്ന് ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുക്കുക. കുറച്ചുകൂടി ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കുക. അപ്പോൾ നല്ലതുപോലെ തിള വന്നിട്ടുണ്ട്. ഇങ്ങനെ തിളയ്ക്കുമ്പോൾ നമ്മൾ ഇടയ്ക്ക് വരുന്ന ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കിതിപ്പോൾ നല്ലതുപോലെ ഒന്ന് വറ്റി കിട്ടണം. നമുക്കൊരു നല്ല കട്ടിയായിട്ട് കിട്ടണം. എന്നാലാണ് ഇഞ്ചിക്കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ വെള്ളം നല്ലതുപോലെ വറ്റിയെടുക്കുക. അപ്പോൾ കറി ഇതുപോലെ തിളച്ചെടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഇതിലേക്ക് ഇനി ഒരു 1.5 സ്പൂണ് ഉപ്പ് കൂടി ചേർത്ത് വെക്കുക. നമ്മൾ നേരത്തെ 1 സ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി ഒരു 1.5 സ്പൂൺ ഉപ്പ് കൂടി ചേർക്കുക. ഇനി ചിലപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന പുളിക്ക് അനുസരിച്ചിട്ട് ചിലപ്പോൾ പുളി കൂടുതലുള്ള ഇതാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ചേർക്കേണ്ടി വരും. അത് നോക്കിയതിന് ശേഷം ചേർക്കുക. ഞാനിപ്പോൾ ഒരു 1.5 സ്പൂണ് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഇഞ്ചിക്കറിയൊക്കെ നല്ലതുപോലെ, ഇഞ്ചിപ്പുളി നല്ലതുപോലെ ടൈറ്റായി വന്നിട്ടുണ്ട്. ഈ ടൈറ്റ് ആവുന്ന നേരത്ത് വല്ലാതെ നമുക്ക് ഇറക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് ഇതിലേക്ക് ഒരു
കുറച്ച് ശർക്കര ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഒരു ഹാഫ് ശർക്കര, ഒരു കട്ട ശർക്കരയുടെ പകുതിയാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. അത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് മധുരം നിങ്ങൾക്ക് വേണ്ടതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൂടുതൽ ചേർക്കാം. ഒരു കുറച്ച് മധുരമാണ് ഞാൻ ചേർക്കുന്നുള്ളൂ. കൂടുതൽ മധുരം ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർക്കാം. ഞാൻ കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഇഞ്ചിപ്പുളി അതുപോലെ ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ട് ഈ കട്ടിയിലാണ് നമുക്ക് വേണ്ടത്. ഇതേപോലെ ടൈറ്റായിട്ട് കിട്ടണം. അപ്പോൾ ഈ സമയം നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ എപ്പോഴും ഈ ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരം ചൂടാറിയതിന് ശേഷം മാത്രമേ ഇത് നിങ്ങൾ വേറെ ഒരു ബൗളിലേക്ക് മാറ്റാവൂ. എന്നിട്ട് ഇത് ഒരു ദിവസം വെച്ചതിന് ശേഷമാണ് എപ്പോഴും ഇഞ്ചിക്കറി കൂട്ടുന്നത് നല്ലത്. അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും കുറച്ച് അപ്പം തന്നെ കഴിക്കാതിരിക്കുക. ഇഞ്ചിക്കറി വെച്ച് കഴിഞ്ഞാൽ, ഇഞ്ചിപ്പുളി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അത് എടുത്ത് ഇതുപോലെ അതേ പാത്രത്തിൽ തന്നെ വെക്കുക. അത് തണുത്തതിന് ശേഷം നിങ്ങൾ വേറെ പാത്രത്തിലേക്ക് എടുത്ത് വെക്കുക. എന്നിട്ട് പിറ്റേ ദിവസം മുതലാണ് അത് നിങ്ങൾ കഴിച്ചു തുടങ്ങേണ്ടത്. അപ്പോൾ നമ്മുടെ ഇഞ്ചിപ്പുളി അതുപോലെ ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റുള്ള സാധനമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളത് ഉണ്ടാക്കി വെച്ച പാത്രത്തിൽ തന്നെ കുറച്ച് നേരം വെക്കുക. അത് ഒന്ന് തണുത്തതിന് ശേഷം നിങ്ങൾ വേറെ ബൗളിലേക്കോ അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും പാത്രത്തിലേക്ക് മാറ്റിയിട്ട് പിറ്റേ ദിവസം മുതൽ യൂസ് ചെയ്യാം. സൂപ്പർ ടേസ്റ്റാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും അത് കഴിക്കാവുന്നതാണ്. ഏത് ഭക്ഷണത്തിൻ്റെ കൂടെയും സൈഡ് ഡിഷായിട്ട് കഴിക്കാവുന്ന സാധനമാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.